സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മളെന്നും പഠിച്ചതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള 49 വാക്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഒരു 1000 ലൈക്കാണ്. ഇനി നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. അതൊന്ന് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? കറക്റ്റ്. Try to say it in English. Try to say it in English. Try to say it in English. നീ എന്താണ് ഉച്ചയ്ക്ക് കഴിച്ചത്? What did you have for lunch? What did you have for lunch? What did you have for lunch? അപ്പോൾ അതിൻ്റെ ഉത്തരവായിട്ട് എങ്ങനെ പറയാം? I had some bread and jam. ഓക്കെ, അപ്പോൾ എന്ത് വേണമെങ്കിലും ആകാം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ബിരിയാണി ആയിരിക്കും കഴിച്ചത്, കപ്പയായിരിക്കും. What did you have for lunch? What did you have for lunch? I had some bread and jam. ഇപ്പോൾ ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ പുറകിലത്തെ ചാപ്റ്റർ ഒന്ന് തൊട്ട് തുടങ്ങണം കേട്ടോ. അത് പോയി പഠിക്കുക. അപ്പോഴേ ഹാവിന് കഴിക്കുക എന്നുള്ളൊരർത്ഥം. അപ്പോഴേ ഇവിടെ ഹാഡ് എന്ന് പറഞ്ഞാൽ കഴിച്ചായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഒരു മകൾ ഉണ്ട്. ഇവിടെ എന്താണ് വരുന്നത്? ഹാവാണ് വരുന്നത്. അപ്പോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. I have a daughter. ഓക്കെ, എ എന്നുള്ളതിനവിടെ ഒന്നെന്നുള്ള അർത്ഥം അല്ലേ? ഐ ഹാവ് എ ഡോട്ടർ. ഐ ഹാവ് എ ഡോട്ടർ. ഇനി അതുപോലെ തന്നെ അവനൊരു മകളുണ്ട് എന്നെങ്ങനെയാണ് പറയുന്നത്? ഹീ ഹാസ് എ ഡോട്ടർ. ഇവിടെ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് വന്നത്? നമ്മളിത് കണ്ടതാണല്ലേ, 2ാമത്തെ ചാപ്റ്ററിലാണ് കണ്ടതാണ്. അപ്പോൾ ഹീ ഹാസ് എ ഡോട്ടർ. ഹീ ഹാസ് എ ഡോട്ടർ. എനിക്കൊരു പേന ഉണ്ടായിരുന്നു. ഓക്കെ, ഇതെങ്ങനെ പറയും? ഇത് ഹാവ് ചേർത്താണ് ഇത് പറയേണ്ടത്. അപ്പോൾ എന്തായിരിക്കും? കറക്റ്റ്. I had a pen. അപ്പോൾ ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഹാഡ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇത് വേറെ രീതിയിലാണ് പറയാം അല്ലേ? എങ്ങനെയാണ് പറയുന്നത്? ഐ ഹാവ് ഹാഡ് എ പെൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ? കഴിഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പോൾ സമയമില്ലെങ്കിൽ നമുക്ക് ഏത് ടെൻസ് ഉപയോഗിക്കാം? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ടെൻസിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷേ സാധാരണ സംസാര ഭാഷയിൽ ഐ ഹാഡ് എ പെൻ എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ പലപ്പോഴും അമേരിക്കൻ ഇംഗ്ലീഷിൽ, അമേരിക്കൻ ന്യൂസ് പേപ്പറുകൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഐ ഹാവ് ഹാഡ് എ പെൻ എന്നാണ് അവരെഴുതുന്നത്. ഞാനൊന്നും പറഞ്ഞില്ല. I didn't say anything. I didn't say anything. ഞാൻ ഒന്നും പറഞ്ഞില്ല. I didn't say anything. I didn't say anything. എനിക്കിപ്പോൾ പോകണം, നിർബന്ധമായിട്ട് എനിക്കിപ്പോൾ പോകണം. I have to go now. I have to go now. We have to എന്ന് പറയാം. എന്തെഴുതാം? മസ്റ്റ് വേണമെങ്കിലും നമുക്ക് പറയാം അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഹാവ് ടു മസ്റ്റും അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് തന്നെ പഠിച്ചാണ്. I have to go now. I have to go now. I must go now. ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? Who hurt you? Who hurt you? ഓക്കെ, ഇവിടെ ഹർട്ടിൻ്റെ V1 V2 V3 ഹർട്ടാണ്. ഹർട്ട്. ഹു ഹർട്ട് യു? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? വാ നമുക്ക് പോവാം. കം ലെറ്റ്സ് ഗോ. കം ലെറ്റ്സ് ഗോ. കം ലെറ്റ്സ് ഗോ. ആ അടപ്പൊന്നു അടയ്ക്കാവോ? അടപ്പിന് എന്താണ് പറയുന്നത്? ലിഡ് എന്നാണ് പറയുന്നത് അല്ലേ? എന്താണ്? കുഡ് യു പ്ലീസ് ക്ലോസ് ദാറ്റ് ലിഡ്. കുഡ് യു പ്ലീസ് ക്ലോസ് ദാറ്റ് ലിഡ്. കുഡ് യു പ്ലീസ് ക്ലോസ് ദാറ്റ് ലിഡ്. അവൻ ഇവിടെ പുതുതായിട്ട് വന്നതാണ്. ഹി ഈസ് ന്യൂ ഹിയർ. ഹി ഈസ് ന്യൂ ഹിയർ. He's new here. ഞാൻ ഇനി എന്നാ ചെയ്യും? കറക്റ്റ്. വാട്ട് ഡു ഐ ഡു നൗ? ഓക്കെ, വാട്ട് ഡു ഐ ഡു നൗ. ഇവിടെ 2 ഡൂവിനും 2ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഒന്നെന്താണ്? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഡൂവിനെ പിരിച്ചെഴുതുകയാണ്. ഡു പ്ലസ് ഡു ആണല്ലേ? ഇത് നമ്മൾ 3ാമത്തെ ചാപ്റ്റർ പഠിച്ചാണ്. നിങ്ങളത് പഠിക്കണം കേട്ടോ. വാട്ട് ഡു ഐ ഡു നൗ? വാട്ട് ഡു ഐ ഡു നൗ? വാട്ട് ഡു ഐ ഡു നൗ? അതെൻ്റെ കുഴപ്പമല്ല. It's not my fault. It's not my fault. It's not my fault. ഇതിൻ്റെ അകത്ത് എന്നതാണ്? What is in it? What is in it? What is in it? What is in it? നീ വലിക്കോ? ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? പുക വലിക്കോ എന്നുള്ളതാണ്. നീ വലിക്കോ? Do you smoke? Do you smoke? Do you smoke? ഇത് ആരുടെയാണ്? Whose is this? Whose is this? Whose is this? എനിക്കിത് ചെയ്യാൻ പറ്റില്ല. I can't do it. I can't do it. I can't do it. I can't do it. എന്നെ കുറ്റപ്പെടുത്തരുത്. Don't blame me. Don't blame me. Don't blame me. നിൻ്റെ ഇഷ്ടം പോലെ. It's up to you. It's up to you. It's up to you. നിനക്ക് എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? Are you sick? അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കുക. Are you okay? Are you sick? Are you sick? Are you sick? അവനിപ്പോൾ എങ്ങനെയുണ്ട്? How is he now? How is he now? How is he now? അവർ ദയുള്ളവരാണോ? ഇച്ചിരി അനുകമ്പയും ദയൊക്കെ ഉള്ളവരാണോ? ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പോവുക, അവിടെ ചോദിച്ചത്. Are they kind? Are they kind?
ആർ ദേ കൈൻഡ്? അവനൊരു മടിയനാണ്. ഹീ ഈസ് എ ലേസി പേഴ്സൺ, അല്ലെങ്കിൽ ഹീ ഈസ് ലേസി എന്ന് പറഞ്ഞാൽ മതി. ഹീ ഈസ് എ ലേസി പേഴ്സൺ. ഹീ ഈസ് ലേസി. ചുമ്മാ ഇരിക്കരുത്. ഡോണ്ട് സിറ്റ് ഐഡിൽ. ഡോണ്ട് സിറ്റ് ഐഡിൽ. ഡോണ്ട് സിറ്റ് ഐഡിൽ. ആ വിളക്കൊന്ന് കത്തിക്കാവോ, അല്ലെങ്കിൽ ആ വിളക്കൊന്ന് തെളിക്കാവോ? ക്യാൻ യു ലൈറ്റ് ദ ലാമ്പ്? ക്യാൻ യു ലൈറ്റ് ദ ലാമ്പ് പ്ലീസ്? ക്യാൻ യു ലൈറ്റ് ദ ലാമ്പ് പ്ലീസ്? എന്നാൽ ഞാനിപ്പോൾ പൊക്കോട്ടെ. മേ ഐ ഗോ നൗ? മേ ഐ ഗോ നൗ? മേ ഐ ഗോ നൗ? അവനൊന്നും ചെയ്തില്ല. ഹീ ഡിഡ് നത്തിങ്. അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ പറയാം, ഹീ ഡിഡ്ന്റ് ഡു എനിത്തിങ്. ഹീ ഡിഡ്ന്റ് ഡു എനിത്തിങ്. ഹീ ഡിഡ് നത്തിങ്. ഹീ ഡിഡ്ന്റ് ഡു എനിത്തിങ്. നിനക്കത് അറിയില്ലായിരുന്നോ? ഡോണ്ട് യു നോ ദാറ്റ്? ഡോണ്ട് യു നോ ദാറ്റ്? അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ആർ യു നോട്ട് അവെയർ ഓഫ് ദാറ്റ്? ആർ യു നോട്ട് അവെയർ ഓഫ് ദാറ്റ്? ഡോണ്ട് യു നോ ദാറ്റ്? ആ ബസ്സിൽ കയറ്. ഗെറ്റ് ഓൺ ദ ബസ് പ്ലീസ്. ഇവിടെ കാറിലാണെങ്കിൽ ഗെറ്റ് ഇൻ ദ കാർ പ്ലീസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ ഇന്നാളെ തന്നെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, എന്താണ് ഈ ഓൺ എന്നുള്ളത്? വലിയ വാഹനങ്ങൾക്കാണ് നമ്മൾ എന്ത് ഓൺ പറയുന്നത്. അപ്പോൾ ഓൺ ദ ബസ് എന്നാണ് പറയുന്നത്, അല്ലേ? പക്ഷേ കാറോ ഇൻ ദ കാർ. പക്ഷേ ഓൺ ആണെങ്കിലും ഇൻ ആണെങ്കിലും അവിടെ അകത്തെന്നാണ് അർത്ഥം, അല്ലാതെ ബസ്സിൻ്റെ പുറത്ത് കയറിയിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ട്രെയിൻ ആണെങ്കിലും നമ്മൾ വാഹനങ്ങൾ വലുതാണോ ചെറുതാണോ നോക്കിയിട്ട് ഇന്നാണോ അല്ലെങ്കിൽ ഓൺ ആണോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഗെറ്റ് ഓൺ ദ ബസ് പ്ലീസ്, അല്ലെങ്കിൽ ഗെറ്റ് ഇൻ ദ കാർ പ്ലീസ്. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ട്രെയിൻ ആണെങ്കിലോ ഗെറ്റ് ഓൺ ദ ട്രെയിൻ പ്ലീസ്. അപ്പോൾ മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ജീപ്പ് ആണെങ്കിലോ, ജീപ്പ് താരതമ്യേന ചെറുതാണല്ലോ, ഗെറ്റ് ഇൻ ദ ജീപ്പ് പ്ലീസ് എന്ന് നമുക്ക് പറയാം. അവനെ വഴക്ക് പറയരുത്. ഡോണ്ട് സ്കോൾഡ് ഹിം. ഡോണ്ട് സ്കോൾഡ് ഹിം. Don't scold him. അവൻ അവിടെ ഇല്ലേ? Isn't he there? Isn't he there? Isn't he there? ഞാനൊരു പ്രശ്നത്തിലാണ്. I'm in trouble. I'm in trouble. I'm in trouble. ആരാ വിളിച്ചത്? നമ്മൾ ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിക്കില്ല, ആരാ വിളിച്ചത്? Who called you? Who called you? Who called you? കോളർ നേരെ ഇട് കേട്ടോ. Please fix your collar. Please fix your collar. Please fix your collar. നീ എവിടെയായിരുന്നു? Where were you? Where were you? Where were you? നമുക്ക് തുടങ്ങിയാലോ? Shall we begin? അല്ലെങ്കിൽ shall we start? Shall we begin? Shall we start? അതെൻ്റെ കുഴപ്പമല്ല. That's not my fault. That's not my fault. That's not my fault. നീ മടുത്തോ? Are you tired? Are you tired? Are you tired? അവനെന്താണ് പോയത്? Why did he leave? അല്ലെങ്കിൽ why did he go? Why did he leave? പ്രത്യേകിച്ചൊന്നുമില്ല. Nothing special. Nothing special. Nothing special. എനിക്ക് പല്ലുവേദനയാണ്. I have toothache. I have toothache. I have toothache. എന്തേലും കഴിക്കുക. Please have something. Please have something. എനിക്ക് ഒട്ടും വേണ്ട, ഒരു കടി പോലും വേണ്ട. നോട്ട് ഈവൻ എ ബൈറ്റ്. നോട്ട് ഈവൻ എ ബൈറ്റ്. പ്ലീസ് ഹാവ് സംതിങ്. നോട്ട് ഈവൻ എ ബൈറ്റ്. താങ്ക് യു. നീ എപ്പോഴാണ് കോളേജ് പഠനം പൂർത്തിയാക്കിയത്? വെൻ ഡിഡ് യു ഫിനിഷ് യുവർ കോളേജ്? വെൻ ഡിഡ് യു ഫിനിഷ് യുവർ കോളേജ്? വെൻ ഡിഡ് യു ഫിനിഷ് യുവർ കോളേജ്? നീ എന്താണ് അവിടെ പോകാതിരുന്നത്? വൈ ഡിഡ്ന്റ് യു ഗോ ദെയർ? വൈ ഡിഡ്ന്റ് യു ഗോ ദെയർ? വൈ ഡിഡ്ന്റ് യു ഗോ ദെയർ? ഇനി ഇച്ചിരി ബിസിയായിരുന്നു. ഐ വാസ് ബിസി. ഐ വാസ് ബിസി. ഇത് ആരുടെ ബാഗാണ്? ഇവിടെ ഒരു ബാഗ് കിടക്കും. ഇതാരുടെ ബാഗാണ്? ഹൂസ് ബാഗ് ഈസ് ദിസ്? ഹൂസ് ബാഗ് ഈസ് ദിസ്? ഹൂസ് ബാഗ് ഈസ് ദിസ്? അവർ കഴിഞ്ഞ ശനിയാഴ്ച വന്നായിരുന്നു. ദേ കെയിം ലാസ്റ്റ് സാറ്റർഡേ. ദേ കെയിം ലാസ്റ്റ് സാറ്റർഡേ. ദേ കെയിം ലാസ്റ്റ് സാറ്റർഡേ. അവർ കഴിഞ്ഞ ശനിയാഴ്ച വന്നില്ലായിരുന്നു. ദേ ഡിഡ്ന്റ് കം ലാസ്റ്റ് സാറ്റർഡേ. ദേ ഡിഡ്ന്റ് കം ലാസ്റ്റ് സാറ്റർഡേ. They didn't come last Saturday. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. I have no idea about it. I don't know anything about it. I have no idea about it. അല്ല ഇങ്ങനെ വേണമെങ്കിലും പറയാം അല്ലേ? I don't know anything about it. ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. Let me try again. Let me try again. Let me try again. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ തെറ്റായിരിക്കാം. I could be wrong. I could be wrong.
ഐ കുഡ് ബി റോങ്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ രീതിയിലല്ലാതെ തന്നെ ഇത് വേറെ രീതിയിലും വേറെ സെൻറ്റൻസിലും ഒക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. നമുക്ക് മലയാളം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെ പല രീതിയിൽ പറയാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.